അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് എന്താ വെച്ചാൽ CSDS എന്ന് പറയുന്ന സംഘടന നടത്തിയ മഹാരാഷ്ട്ര ഇലക്ഷനുമായി ബന്ധപ്പെട്ട് നടത്തിയ ഇവിടെ വോട്ടേഴ്സ് ലിസ്റ്റിൽ ക്രമക്കേടുണ്ട് എന്ന് ഇവരുടെ സർവേ, ആ സർവേ ഇവര് തന്നെ പറയുന്നു അത് തെറ്റിപ്പോയി, ഞങ്ങളുടെ സർവേ തെറ്റിപ്പോയി, അബദ്ധമായിപ്പോയി എന്നും പറഞ്ഞിട്ട് അവരതാണ് പിൻവലിക്കുന്നു. ഈ പൊട്ടൻ രാഹുൽ ഗാന്ധി ഈ സർവേ റിപ്പോർട്ട് എടുത്ത് കാണിച്ചിട്ടാണ് മഹാരാഷ്ട്രയിൽ ആകെ ലക്ഷക്കണക്കിന് അനധികൃത വോട്ടർമാരെ തിരികെ കയറ്റിയിരിക്കുന്നു. അങ്ങനെയാണ് BJP നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വൻ വിജയം ഉണ്ടാക്കിയതെന്നൊക്കെ പറയുന്ന ഈ മണ്ടൻ ഇപ്പോഴും ബീഹാറിൽ യാത്ര നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അതായത് താൻ ഉയർത്തിക്കൊണ്ടുവന്ന ഒരു ആരോപണം 8 നിലയിൽ പൊട്ടിപ്പോയി. ഇതിനൊരു ക്രെഡിബിലിറ്റി ഇല്ല. ഞാൻ ഏത് സർവേ റിപ്പോർട്ടാണോ ആധാരമാക്കിയത് ആ CSDS നടത്തിയ ആ സർവേ റിപ്പോർട്ട് തെറ്റാണെന്ന് ആ സർവേ നടത്തിയ സംഘടന പോലും പറഞ്ഞിട്ടും ആ സംഘടനക്കെതിരെ ICSR നടപടിയെടുക്കാൻ പോയിട്ടും ഈ തിരുമണ്ടൻ ഇതൊന്നും അറിയാതെ ഇപ്പോഴും യാത്ര നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ബീഹാറിലൂടെ. ഇന്ത്യ കോൺഗ്രസ്സുകാരെ ഇമാതിരി പൊട്ടനും കൊണ്ടിട്ടാണോ നിങ്ങൾ? എന്നിട്ട് പറയുന്നുണ്ട് ഏറ്റവും പുതിയ വാർത്ത, ചിരിച്ച് നമ്മൾ വഴിക്കാവും. ഇയാളുടെ വാർത്ത എന്താ അറിയോ? ഈ ഇലക്ഷൻ കമ്മീഷനെ ഭീഷണിപ്പെടുത്തുകയാണ്. അതായത് ഞങ്ങൾ അടുത്ത പ്രാവശ്യം അധികാരത്തിൽ വന്നാൽ ഈ നിങ്ങൾ 3 എണ്ണത്തിനും തട്ടുന്ന പറഞ്ഞത്. ചിരിക്കണ്ട. അതായത് കോൺഗ്രസ് അടുത്ത തവണ അധികാരത്തിൽ വന്നാൽ ഇലക്ഷൻ കമ്മീഷനെതിരെ നടപടിയെടുക്കുന്നു. ജ്ഞാനേഷ് കുമാറിന്റെയും മറ്റ് ഇലക്ഷൻ കമ്മീഷണർ, ചീഫ് ഇലക്ഷൻ കമ്മീഷണർക്കും മറ്റ് ഇലക്ഷൻ കമ്മീഷണർമാർക്കുമെതിരെ ഞാൻ നടപടിയെടുക്കാം, നിങ്ങളൊരു പാഠം പഠിപ്പിക്കുക. എപ്പെന്നറിയോ? ഞങ്ങൾ അടുത്ത പ്രാവശ്യം അധികാരത്തിൽ വന്നാൽ എന്റെ മോനെ, ഏത് പ്രാവശ്യമാണ് കോൺഗ്രസ് ഇന്ത്യയിൽ അധികാരത്തിൽ എന്തെങ്കിലും വരുമോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. UP-യിലൊക്കെ ആകെ 8% താഴെയാണ്. ഗുജറാത്തിൽ ഒരു 2%, 3% വോട്ടേ ഉള്ളൂ. ഉത്തരേന്ത്യയിൽ ആകെ 10% കുറവാണ് നിങ്ങളുടെ വോട്ടെന്നെ. നിങ്ങൾക്ക് എങ്ങനെ അധികാരത്തിൽ വരാൻ പറ്റും? എന്നിട്ട് പറയാണ് ഞങ്ങൾ അധികാരത്തിൽ വേറെ വലിയ രസം അറിയോ? വേറെ വലിയ രസം, അതായത് കോൺഗ്രസ് ജയിക്കാന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്താണ്? കോൺഗ്രസ് അടുത്ത പാർലമെന്റ് ഇലക്ഷനിൽ ജയിക്കാന്ന് പറയുമ്പോ അപ്പൊ വോട്ട് ചോരി ഉണ്ടാവില്ല, ഒപ്പം വോട്ട് കൊള്ളുണ്ടാവില്ല. അതായത് ഞങ്ങൾ ജയിച്ചാൽ വോട്ട് കൊള്ളം ചെയ്യാം, BJP ജയിച്ചാൽ അത് വോട്ട് കൊള്ളാം. അപ്പൊ ഈ മണ്ടം പറയുന്നത് എന്താ വെച്ചാൽ അടുത്ത പ്രാവശ്യം ഞങ്ങൾ ജയിക്കുകയാണെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ നടപടി എടുക്കുന്നത്. അടുത്ത പ്രാവശ്യം ഇവര് ജയിക്കാന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഇവര് തന്നെ പറയാണ് അടുത്ത പ്രാവശ്യം ഞങ്ങൾ ജയിക്കാന്ന് പറഞ്ഞാൽ അപ്പം വോട്ട് കൊള്ള ഉണ്ടാവില്ല. വോട്ട് കൊള്ള ഉണ്ടെങ്കിൽ ജയിക്കുന്നത് BJP ആയിരിക്കും. അപ്പൊ ഞങ്ങൾ ജയിക്കുമ്പോ വോട്ട് കൊള്ള ഉണ്ടാവില്ല എന്ന് ഇവര് തന്നെ പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നത് ഈ ഇലക്ഷൻ കമ്മീഷന്റെ നടപടി എടുക്കുന്നത് ഞാൻ പറയുന്നില്ല, നിങ്ങൾ നടപടി എടുക്കുമല്ലോ. ഇംപീച്ച്മെന്റ് ചെയ്യാൻ പോവുകയാണ് അത്ര, വേറൊന്ന്. അത് ഇന്നത്തെ വാർത്തയായിരുന്നു. ഇലക്ഷൻ കമ്മീഷൻ ഇംപീച്ച് ചെയ്യുന്നത്. ഇലക്ഷൻ കമ്മീഷൻ എങ്ങനെയാണോ നിങ്ങൾക്ക് ഇംപീച്ച് ചെയ്യാൻ പറ്റുക? ഇതൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുക. എന്താ ചെയ്യുക? അപ്പൊ ഏറ്റവും ഇന്നത്തെ വാർത്താ ഈ വിശേഷത്തിൽ എനിക്ക് പറയാനുള്ളത്, മലയാളത്തിലെ വാർത്താ മാധ്യമങ്ങൾ ഇവരുടെ വിചാരം കേരളത്തിലെ ആൾക്കാർ മലയാള പത്രങ്ങളും മലയാള ചാനലുകളും മാത്രമേ കാണുന്നുള്ളൂ എന്നുള്ളതാണ്. ഈ മലയാള മാധ്യമത്തിലെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മാതൃഭൂമി ചാനലിന്റെയും മനോരമ ചാനലിന്റെയും 24ന്റെയും റിപ്പോർട്ടറിന്റെയും അങ്ങനെ ഞാൻ എണ്ണി പറയുന്നില്ല, ഈ മിക്കവാറും എല്ലാ വാർത്താ ചാനലുകളിൽ ജനം TV-യെ ഞാൻ മാറ്റി നിർത്തുന്നു. അവർ കൃത്യമായി കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. ജനം TV അല്ലാത്ത മറ്റ് ഈ ദൃശ്യമാധ്യമങ്ങൾ ഇന്നിറങ്ങിയ പത്രങ്ങള്, ഞാൻ ഇന്ന് രാവിലെ 5 പത്രങ്ങളാണ് കണ്ടത്. മലയാള മനോരമയിലില്ല, മാതൃഭൂമിയിലില്ല, ദേശാഭിമാനിയിലില്ല, കേരള കൗമുദിയിലില്ല, ഈ പറയുന്ന മാധ്യമത്തിലുമില്ല. ഇനി മറ്റു പത്രങ്ങളുണ്ടോ എന്നാണ് എനിക്കറിയില്ല. ഞാൻ ഈ 5 പത്രങ്ങളെ വെച്ചിട്ടാണ് പറയുന്നത്. ഈ പത്രങ്ങളിലൊന്നും ഈ വാർത്തയില്ല. ഏത് വാർത്തയില്ല? CSDS നടത്തിയ മഹാരാഷ്ട്ര ഇലക്ഷൻ സംബന്ധിച്ച് CSDS നടത്തിയ ഈ സർവേ തെറ്റായി പോയി എന്ന് CSDSന്റെ മേധാവിയായ സഞ്ജയ് കുമാർ വന്നു പറയുന്നു, സമൂഹ മാധ്യമങ്ങളിൽ പറയുന്നു. അവരാ ഡാറ്റ ഡിലീറ്റ് ചെയ്യുന്നു. ICSSR ഇവർക്കെതിരെ നടപടിയെടുക്കാൻ പോകുന്നു. BJPയുടെ കേന്ദ്ര നേതൃത്വം പറയുന്നു, രാഹുൽ ഗാന്ധിയോട് പറയുന്നു, പിന്നെ എന്തിനാടോ ഈ യാത്ര? നിന്റെ സർവേ അല്ലെങ്കിൽ നിന്റെ ഈ ആരോപണം മുഴുവനും ഈ സർവേ റിപ്പോർട്ടിനെ ബേസ് ചെയ്തിട്ടാണ്. ഈ സർവേ റിപ്പോർട്ടിനെ കൂടി ബേസ് ചെയ്തിട്ടാണ് മഹാരാഷ്ട്ര ഇലക്ഷനിൽ ക്രമക്കേട് എന്ന് പറയുന്നത്. ക്രമക്കേട് നടന്നിട്ടില്ല എന്ന് ഈ സർവേ നടത്തിയ ആൾക്കാർ തന്നെ പറയുമ്പോ പിന്നെ എന്തിനാ പൊട്ട ഈ യാത്ര? ഇത്രയും മരപ്പൊട്ടനാണോ നീ എന്ന് തുടങ്ങി ദേശീയ മാധ്യമങ്ങളിൽ നിറയുന്ന വാർത്തകൾ കാണുമെങ്കിൽ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കൂ. ഇഷ്ടം പോലെ വാർത്തകൾ ഈ പറയുന്ന അപഹാസ്യതയെ മറന്നീക്കിക്കൊണ്ട്. പക്ഷെ മലയാളത്തിൽ ഒരു പത്രവും ഒരു ദൃശ്യ മാധ്യമവും ഈ കാര്യങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യുന്നില്ല.
എത്രമാത്രം വിഷമമിപ്പിക്കുന്നതാണ് കേരളത്തിലെ മാധ്യമങ്ങൾ, കേരളത്തിലെ പത്രങ്ങൾ എന്ന് ഇന്നത്തെ ഈ സംഭവം തന്നെ തെളിയിക്കുന്നു. മറ്റൊന്ന്, കഴിഞ്ഞ ദിവസമാണ് ഈ മഹാരാഷ്ട്രയിലെ ഇലക്ഷൻ ക്രമക്കേടിനെ സംബന്ധിച്ചിട്ട് ഹൈക്കോടതി നേരത്തെ തന്നെ തള്ളിപ്പോയി. എന്നിട്ട് സുപ്രീം കോടതിയിൽ ഈ ഹർജിയുമായി ചെന്നപ്പോൾ സുപ്രീം കോടതി എടുത്തുകൊണ്ട് വലിച്ചെറിഞ്ഞു. മഹാരാഷ്ട്രയിലെ വോട്ട് കൊള്ള നടന്നു. മഹാരാഷ്ട്രയിൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ ക്രമക്കേട് നടത്തി. മഹാരാഷ്ട്രയിലെ വ്യാജ വോട്ടുകൾ തുടങ്ങിയ കാര്യങ്ങൾ സംബന്ധിച്ച് ഹൈക്കോടതി നേരത്തെ വലിച്ചെറിഞ്ഞ ആ ഹർജി വീണ്ടും സുപ്രീം കോടതിയിൽ എത്തിയപ്പോൾ സുപ്രീം കോടതി അത് പരിഗണിക്കാതെ എടുത്ത് ഓടാൻ പറഞ്ഞു ഇതുമായി ചെന്ന പാർട്ടിയോട്. ആ വാർത്ത ഇന്നലെ മാതൃഭൂമി പത്രം മാത്രമാണ് ഒരു ചെറിയൊരു വാർത്ത കൊടുത്തത്. ഞാൻ അതൊന്ന് വായിക്കാം. ഇന്നലത്തെ മാതൃഭൂമി കേട്ടോ. ഇന്നലത്തെ മാതൃഭൂമിയിൽ 19-ാം തീയതിയിലെ മാതൃഭൂമിയിലെ 7-ാം പേജില് ഞാൻ കുറെ നോക്കിയപ്പോ ഒന്നും കണ്ടില്ല. അവസാനം കണ്ടത് 7-ാം പേജില്. മറ്റൊരു പത്രത്തിൽ ഈ വാർത്ത കണ്ടില്ല. ഇന്നലെ മാതൃഭൂമിയുടെ 7-ാം പേജില് ഈ വാർത്തയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. മെയിൻ സ്റ്റോറി ആക്കേണ്ട വാർത്തയാണിത്. ഇതാ 7-ാം പേജിൽ ഒരു സിംഗിൾ കോളത്തിൽ മഹാരാഷ്ട്രയിലെ അവസാന മണിക്കൂർ പോളിംഗ്, ഹർജി തള്ളി സുപ്രീം കോടതി. ഇതായിരുന്നല്ലോ രാഹുൽ ഗാന്ധി പറഞ്ഞുകൊണ്ടിരുന്നത്. മഹാരാഷ്ട്രയിലെ അവസാന മണിക്കൂറിൽ ലക്ഷക്കണക്കിന് ആൾക്കാരാണ് വോട്ട് ചെയ്തു. ഇവർ മുഴുവനും BJPക്കാണ് വോട്ട് ചെയ്തത്. അങ്ങനെയാണ് മഹാരാഷ്ട്രയിലെ നിയമസഭയിലേക്ക് BJP കടന്നു വന്നത് എന്നൊക്കെയായിരുന്നല്ലോ രാഹുൽ എന്ന് പറയുന്ന പൊട്ടം പറഞ്ഞത്. അവസാനത്തെ 5 മണിക്ക് ശേഷമാണ് അത്രേ മുഴുവൻ വോട്ടുകൾ ചേർത്തിയത്, ലക്ഷക്കണക്കിന് വോട്ടുകൾ. ഈ ആരോപണം സുപ്രീം കോടതി, ഇവർക്ക് പിന്നെ സുപ്രീം കോടതിയിലും വിശ്വാസമില്ലല്ലോ. അതായത് രാഹുൽ ഗാന്ധി ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇയാളുടെ ഈ വോട്ട് അധികാര യാത്ര എന്ന് പറഞ്ഞാണ്ട് ഇയാൾ നടക്കുന്ന ഈ തെണ്ടിത്തരം ഉണ്ടല്ലോ. ഈ യാത്ര എന്ന് പറയുന്നത്, പണ്ട് ഇയാൾ ഭാരത് ജോഡോ യാത്ര നടത്തിയിരുന്നു. ഭാരത് ജോഡോ യാത്ര ഒരു പരിധി വരെ ഒരു ഇലക്ഷൻ പ്രചാരണമായിരുന്നു. ഈ ഇലക്ഷന് മുമ്പെയുള്ള ഒരു ഇലക്ഷൻ പ്രചാരണം എന്നുള്ള രീതിയിൽ നമുക്ക് അതിന് മനസ്സിലാക്കാമായിരുന്നു. ഇപ്പൊ ഇയാൾ നടത്തുന്നത് എന്തിനാണെന്ന് അറിയോ? നരേന്ദ്രമോദി സർക്കാരിനെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് വിദേശ ശക്തികളുടെ പിന്തുണയോടെ നടത്തുന്ന ഈ പറയുന്ന അസംബന്ധ യാത്ര, അപകടകരമായ യാത്ര ഒന്ന് ആലോചിച്ച് നോക്കണം. കഴിഞ്ഞ നരേന്ദ്രമോദിയുടെ ഭരണത്തിന് കീഴിൽ കഴിഞ്ഞ 10-12 വർഷങ്ങളായിട്ട് രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പുരോഗതി, നാനാവിധമായ പുരോഗതി, സാമ്പത്തിക രംഗത്ത്, ശാസ്ത്ര രംഗത്ത്, മറ്റ് എല്ലാ മേഖലകളിലും നമ്മുടെ രാജ്യം മുന്നോട്ട് കുതിക്കുമ്പോൾ, മറ്റ് വിദേശ ശക്തികളാകെ അമ്പരന്നിരിക്കുമ്പോൾ, ട്രംപ് പോലും ഇന്ത്യക്കെതിരെ നടപടികൾ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ, എന്തിനു വേണ്ടിയിട്ട്? ഇന്ത്യയെ തങ്ങളുടെ കൈപ്പിടിയിലാക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ നരേന്ദ്രമോദിയുടെ ധീരമായ നേതൃത്വത്തിന്റെ കീഴിൽ ഭാരതം വികസിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതിനെ തകർക്കാൻ വേണ്ടിയിട്ട് രാഹുൽ ഗാന്ധിയെ കൂട്ടുപിടിച്ചുകൊണ്ട് എങ്ങനെയാണോ ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീനയെ 60% വോട്ട് നേടി അധികാരത്തിലേറിയ ഷെയ്ഖ് ഹസീനക്ക് ഏത് വിധമാണോ ബംഗ്ലാദേശിൽ നിന്ന് പലായനം ചെയ്യേണ്ടി വന്നത്, അതേപോലെ ഇന്ത്യയിൽ നിന്ന് മോദിയെയും അമിത്ഷായെയും കൂട്ടരെയും ഇവിടുത്തെ സംഘപരിവാറിനെയും പലായനം ചെയ്യിപ്പിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഗൂഢശക്തികൾ, പാശ്ചാത്യ ശക്തികൾ, അല്ലെങ്കിൽ മറ്റ് ഇന്ത്യ വിരുദ്ധ ശക്തികൾ, പാകിസ്ഥാനും അമേരിക്കയും ചൈനയും ഉൾപ്പെടെയുള്ള ഇന്ത്യ വിരുദ്ധ ശക്തികൾ രാഹുൽ ഗാന്ധിയെ മുന്നിൽ നിർത്തി നടത്തുന്ന ഈ കളി തീക്കളിയാണ് മോനെ, തീക്കളി. ബംഗ്ലാദേശിൽ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടാവും. പക്ഷേ ഭാരതത്തിൽ അങ്ങനെ നിങ്ങൾക്ക് ഒരു താരത്തിലും, കാരണം ഇവിടുത്തെ ജനങ്ങൾക്കറിയാം നരേന്ദ്രമോദി സർക്കാർ ഏത് രീതിയിലാണ് രാജ്യത്തെ മുന്നോട്ട് നയിക്കുന്നതെന്ന്. ഇവിടുത്തെ അന്തംഗമികളും സുഡാപ്പികളും അല്ലാത്ത ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾക്ക് അറിയാം. ഇതൊക്കെ കണ്ണിൽ പൊടിയിട്ടിട്ട് എത്ര കാലം നിങ്ങളുടെ ഒരു വലിയ വിഭാഗം മാധ്യമങ്ങൾ ഇവിടെയുണ്ട്. ഒരു വലിയ വിഭാഗം മാധ്യമങ്ങൾ, ഈ മാധ്യമങ്ങൾ മുഴുവനും ഇവരുടെ കണ്ണിൽ മുഴുവനും സംഘപരിവാർ വിരോധം, BJP വിരോധം, നരേന്ദ്രമോദി വിരോധം. എന്ത് നല്ല കാര്യങ്ങൾ ചെയ്താലും അതൊന്നും കാണാതെ ഈ പറയുന്ന അധമ ശക്തികൾക്ക്, ഈ തരത്തിലുള്ള വിദ്രോഹ ശക്തികൾക്ക്, ഈ തരത്തിലുള്ള വിഘടന ശക്തികൾക്ക് കുഴലൂതുന്ന കേരളത്തിലെ മാധ്യമങ്ങൾ, ഇതിൽ നിന്ന് ചിലപ്പോഴൊക്കെ അബദ്ധത്തിലാണ് ചില വാർത്തകൾ പുറത്തു വരുന്നത്. അങ്ങനെയായിരിക്കും ഒരു പക്ഷേ മാതൃഭൂമിയിൽ ഈ വാർത്ത. മഹാരാഷ്ട്രയിലെ അവസാന മണിക്കൂർ പോളിംഗ്. കേൾക്കണം അന്തംഗമ്മികളെ, കേൾക്കണം സുഡാപ്പികളെ, കേൾക്കണം കൊങ്ങികളെ. ഇന്നലത്തെ മാതൃഭൂമി പത്രത്തിലെ സിംഗിൾ കോളം വാർത്തയാണെങ്കിലും ഈ വാർത്തയിൽ സത്യമുണ്ട്. അതിതാ, മഹാരാഷ്ട്രയിലെ അവസാന മണിക്കൂർ പോളിംഗ്, ഹർജി തള്ളി സുപ്രീം കോടതി. ഇതിന്റെ അങ്ങേപ്പുറമൊന്നുമില്ലല്ലോ. സുപ്രീം കോടതി ഹർജി തള്ളിയാൽ പിന്നെ പാകിസ്ഥാനിലെ കോടതി നിങ്ങൾക്ക് വേണ്ടി വാദിക്കില്ലല്ലോ. ട്രംപിന്റെ കോടതി നിങ്ങൾക്ക് വേണ്ടി വാദിക്കില്ലല്ലോ. സുപ്രീം കോടതിയാണ് തള്ളിയത്. വാർത്ത ഇങ്ങനെയാണ്. മഹാരാഷ്ട്രയിൽ കഴിഞ്ഞ വർഷം നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അവസാന മണിക്കൂറിൽ അസ്വാഭാവികമായി വൻതോതിൽ പോളിംഗ് നടന്നതുൾപ്പെടെയുള്ള ക്രമക്കേടുകൾ ആരോപിക്കുന്ന ഹർജി സുപ്രീം കോടതി തള്ളി.
രാഹുലിന് ജയ് വിളിക്കുന്ന കൊങ്ങികളെ കേട്ടോ, നിങ്ങൾ ഇനി എന്തിനാണ് നിങ്ങൾ ഇനി ഈ രീതിയിലുള്ള വേഷം കെട്ടൽ നടത്തുന്നത്? നിങ്ങളുടെ ഒന്നാമത്തെ ആരോപണം മഹാരാഷ്ട്രയായിരുന്നു, അത് സുപ്രീം കോടതി തന്നെ തള്ളിക്കളഞ്ഞു. അതാണ് ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത്, ഞങ്ങൾ അന്വേഷിക്കാം, സാക്ഷിപത്രവുമായി വാ, സാക്ഷിപത്രവുമായി ഒരു ഒപ്പിട്ടതാ ഞങ്ങൾ അന്വേഷിക്കാന്ന് രാഹുൽ പറയുന്നു. ചത്താലും ഒപ്പിടില്ല. കാരണം രാഹുലിന് അറിയാം, ഈ ഒപ്പിട്ട് കൊടുത്താലേ രാഹുൽ ജയിലിനുള്ളിലേക്ക് പോകുക. അതല്ലാതെ തന്നെ രാഹുൽ ജയിലിലേക്ക് പോകാൻ പോവുകയാണ്. ഇലക്ഷൻ കമ്മീഷണർ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഒരാഴ്ച സമയം തന്നിരിക്കുന്നു, ഒരാഴ്ചക്കകം സത്യവാങ്മൂലം സമർപ്പിച്ചില്ല എങ്കിൽ, രാഷ്ട്രത്തോട് മാപ്പ് പറഞ്ഞില്ല എങ്കിൽ ബാക്കി ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് ഇതിന്റെ പിന്നാലെ സുപ്രീം കോടതിയിലേക്ക് ഇലക്ഷൻ കമ്മീഷന്റെ ഹർജി പോയാൽ രാഹുൽ ജയിലാകുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഈ വാർത്തയുടെ ബാക്കി ഭാഗം. മുംബൈ വിക്രോളി സ്വദേശി ചേതൻ ചന്ദ്രകാന്ത് അഖീരെ നൽകിയ ഹർജിയാണ് ജസ്റ്റിസുമാരായ MM സുന്ദരേഷ്, കോടീശ്വർ സിംഗ് എന്നിവരുടെ ബെഞ്ച് തള്ളിയത്. വോട്ടെടുപ്പ് നടപടിക്രമങ്ങളിൽ ക്രമക്കേടുണ്ടായതിനാൽ മഹാരാഷ്ട്രയിലെ 258 നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഹർജിക്കാരൻ ബോംബെ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. വോട്ടെടുപ്പ് അവസാനിക്കേണ്ട സമയമായ വൈകിട്ട് 6 ശേഷം 76 ലക്ഷം പേർ വോട്ട് ചെയ്തുവെന്നും ഹർജിയിൽ ആരോപിച്ചു. ഇതൊക്കെയായിരുന്നു രാഹുലും ആരോപിച്ചിരുന്നത്. എന്നാൽ ഹർജിക്കാരനെ നിശ്ചിതമായി വിമർശിച്ച് ഹൈക്കോടതി പരാതി തള്ളി. ജനപ്രാതിനിധ്യ നിയമപ്രകാരം തിരഞ്ഞെടുപ്പ് നടന്ന് 45 ദിവസത്തിനകം തിരഞ്ഞെടുപ്പ് ഹർജിയാണ് നൽകേണ്ടത്. അതിനു പകരം ഹൈക്കോടതിയിൽ റിട്ട് ഹർജിയാണ് പരാതിക്കാരൻ നൽകിയത്. തിരഞ്ഞെടുപ്പ് ഹർജിയിലൂടെ അല്ലാതെ തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ കോടതിക്ക് ഇടപെടാൻ ആവില്ല എന്ന് വ്യക്തമാക്കിയിരുന്നു. ഈ ഉത്തരവിനെതിരെ പരാതിക്കാരൻ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകുകയായിരുന്നു. എന്നാൽ വിധിയിൽ ഇടപെടാനോ നോട്ടീസ് അയക്കാനോ മുതിരാതെ സുപ്രീം കോടതി അപ്പീൽ തള്ളി. ഇത് കേരളത്തിൽ സുരേഷ് ഗോപിയെ എങ്ങാനും മൂക്കിൽ വലിച്ചു കയറ്റാന്ന് പറഞ്ഞാണ്ട് പ്രതാപനും കൂട്ടരും ഇറങ്ങിയിട്ടുണ്ടല്ലോ. പ്രതാപനും കൂട്ടരും ഈ വാർത്ത കേൾക്കണം. മഹാരാഷ്ട്ര നിങ്ങളുടെ ക്രമക്കേട് സംബന്ധിച്ച് സുപ്രീം കോടതി പോകും തള്ളിയ ഒരു സംഭവമാണ്. നിങ്ങളിപ്പോ ഇവിടുത്തെ ഊച്ചാളി പോലീസുകാരെ എടുത്ത് അന്വേഷിക്കാൻ കൊടുത്തത് അല്ലെ സുരേഷ് ഗോപിയെ. എന്നിട്ട് അവിടെ വോട്ടെടുപ്പ് ഒക്കെ തുടങ്ങിയാണ്. ഈ സുഡാപ്പികളെ അവിടെ ഒരു സർവേ ഒക്കെ തുടങ്ങിയിരുന്നു എന്ന് പറഞ്ഞാൽ സുരേഷ് ഗോപിയെ മാറ്റിയിട്ട് നാളെ തന്നെ സുരേഷ് ഗോപിയെ അവിടെ നിന്ന് മാറ്റണം. എന്നിട്ട് മാറ്റിയിട്ട് ഞമ്മ പറയുന്ന ഒരാളെ അവിടുത്തെ MP ആക്കണം, മന്ത്രിയാക്കണം എന്ന് പറഞ്ഞിട്ട് എന്താ കഥ?